ഈ ഒരു വാർത്ത കേട്ടപ്പോഴല്ലോ ശരിക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിട്ടോ. കാരണം ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ സംഘപരിവാറിൻ്റെ പ്രവർത്തകരെല്ലാം വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും, നീ പച്ച വർഗീയവാദിയാണല്ലോ, നീ സുഡാപ്പിയാണല്ലോ, നീ നിൻ്റെ മതത്തെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, നീ ഹിന്ദുക്കളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നവനാണല്ലോ എന്നൊക്കെ പറയും. സംഘപരിവാറിനെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവരുടനെ അത് ഹിന്ദു വിരുദ്ധതയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഈ ഒരു വാർത്ത നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു സഹോദരി, ആ സഹോദരി മുൻ RSS പ്രവർത്തകനായിരുന്ന നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന് വേണ്ടി ചിതയൊരുക്കുകയും ചിത കത്തിക്കുകയും ചെയ്ത ഒരു സംഭവം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തിലൂടെയാണ് ആ വാർത്ത കൊടുത്തത്. ഈ നാരായണേട്ടൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാവരും കൈയൊഴിഞ്ഞും RSSന് വേണ്ടി കുറേ കാലം ജീവിച്ചൊരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നാരായണേട്ടന് വേണ്ടി ഒരു മുസ്ലിം സഹോദരി, അതും പർദ്ദ ധരിച്ച തലയിൽ തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ ഈ നാരായണേട്ടന് വേണ്ടി ഒരു ചിതയൊരുക്കി. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. കാരണം നാഴികയ്ക്ക് 40 വട്ടം മതമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ സേവാഭാരതി, മറ്റേ ഭാരതി, മറിച്ച ഭാരതി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടല്ലോ. ഒരു പട്ടികളും ഇല്ലായിരുന്നു ആ പാവം പിടിച്ച മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ അന്ത്യകർമ്മങ്ങൾ നടത്താനോ. ബന്ധുക്കൾ പോലും ഇല്ല, ഈ പറയുന്ന സംഘടനാ പ്രവർത്തകരും ഇല്ല. ഇവിടെ നേരം വെളുക്കുമ്പോൾ മുഖവും കഴുകി വന്നിട്ട് മുസ്ലിം എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന ഈ കുരയ്ക്കുന്ന വേട്ട പട്ടികൾക്ക് മുന്നിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഘപരിവാറിനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ തീവ്രവാദിയാണെന്ന്, കാരണം സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് ഉടനെ ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഹൈന്ദവ മത വിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് പറയുന്ന ഇവന്മാരാരും ഇവിടുത്തെ നല്ല ഹൈന്ദവ സഹോദരങ്ങളുടെ അട്ടിപ്പേർ അവകാശമൊന്നും ഏറ്റെടുക്കേണ്ട കേട്ടോ. നല്ല കുറച്ച് ആൾക്കാർ ഈ നാരായണൻ്റെ ഈ അന്ത്യകർമ്മം നടത്തുന്ന കണ്ടപ്പോഴത്തേക്ക് സത്യം കണ്ണിന് വല്ലാത്തൊരു കുളിർമ തോന്നി കേട്ടോ. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള BJPയുടെ കേരളത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഏട്ടൻ്റെ ചാനലാണ്. ആ ഏട്ടൻ്റെ ചാനലിനകത്ത് വരും വലിയ വാർത്തയാണ് കൊടുത്തത്. നമ്മുടെ രാഹുൽ ഈശ്വർ ഈ സഹോദരിയെ കുറിച്ചിട്ട് പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് പറയുന്നതും ഒന്ന് കേട്ടു നോക്കൂ. മുൻ RSSകാരൻ നാരായണന് ചിതയൊരുക്കി മുസ്ലിം ലീഗിലെ ഇർഫാൻ സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇനിയും ചില ആൾക്കാർ ഇത് ചിതയൊരുക്കൽ ജിഹാദാണ് എന്ന് പറഞ്ഞ് വരുമോ എന്നറിയില്ല. അങ്ങനത്തെയുള്ള തീവ്ര ഗോഡ്സേവാദികളെ നമുക്ക് വിടാം. മനുഷ്യർക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സന്തോഷം നൽകുന്ന, മനസ്സിനൊരു നോവും വേദനയും എന്നാൽ ആശ്വാസവും നൽകുന്ന വാർത്തയാണ്. അതായത് ഇർഫാന എന്ന് പറയുന്ന ഈ ജില്ലാ കമ്മിറ്റി അംഗം RSSകാരനായിരുന്ന ഈ നാരായണനെ വീട്ടുകാർ ഉപേക്ഷിച്ചു, കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ചു. ഒരുപാട് കാലം ബുദ്ധിമുട്ടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അപ്പോൾ വീട്ടുകാരെ അറിയിച്ചെങ്കിലും ആരും അവരെ നോക്കാൻ പോലും വന്നില്ല. ഈ സ്ത്രീയാണ്, ഈ മുസ്ലിം സ്ത്രീയാണ് മുഹറത്തിന്റെ അന്ന് പോലും ആ ദിനങ്ങളിൽ പോലും ചില ആൾക്കാരുടെ എതിർപ്പ് മറികടന്ന് ഈ നാരായണനെ ചിതയൊരുക്കിയത്. ആദ്യം തന്നെ ശ്രീമതി ഇർഫാനയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു. നിങ്ങളെ പോലുള്ള കുറെ മനുഷ്യരുള്ളതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യത്വവും മതസൗഹാർദ്ദവും പരസ്പര യോജിപ്പും ഒക്കെ നിലനിൽക്കുന്നത്. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ജാതിയും രാഷ്ട്രീയവും തോറ്റൊരിടമായി മഞ്ചേശ്വരം വീണ്ടും മാറുകയാണ്. RSS പ്രവർത്തകന്റെ മൃതദേഹം ഏറ്റെടുക്കാതെ ഉറ്റവർ മടങ്ങിയപ്പോൾ നാരായണന് മകളായി മാറിയത് ഇർഫാന ഇക്ബാലാണ്. കൂട്ടിക്കിഴച്ച കണക്കുകളിലും കുടിനിറങ്ങളിലും മനുഷ്യത്വം വറ്റിവരണ്ടു പോകാത്ത ചില മനുഷ്യരുണ്ട്. കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും മനസ്സ് നിറയ്ക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നെഞ്ചകം തേടുകയാണ്. രാഷ്ട്രീയത്തിന്റെ ചേരിതിരിവുകൾക്കപ്പുറം, ചോരബന്ധങ്ങളുടെ നിസ്സംഗതക്കപ്പുറം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കാവലാകുന്ന ഒരു കാഴ്ച. RSS പ്രവർത്തകനായ മീഞ്ച ചിക്രൂപ്പദവ് സ്വദേശി 64 വയസ്സുള്ള നാരായണന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ സ്വന്തം ചോരയും കൂടപ്പിറപ്പുകളും കൈമലർത്തിയപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകളുടെ സ്ഥാനത്ത് നിന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലാണ്. ഈ ചില ബന്ധങ്ങൾ രക്തബന്ധമോ മതത്തിന്റെ ബന്ധമോ ജാതിയുടെ ബന്ധമോ രാഷ്ട്രത്തിന്റെ ബന്ധമോ ഭാഷയുടെ ബന്ധമോ അല്ല, ഒരു മനുഷ്യത്വത്തിന്റെ ബന്ധമാണ്. അപ്പൊ അത് ചെയ്ത ഇർഫാന മാഡത്തിന് പ്രണാമം, സാഷ്ടാംഗ പ്രണാമം. നിങ്ങളെ പോലുള്ള ജീവിതകാലം മുഴുവൻ മുസ്ലിം വിദ്വേഷം പറഞ്ഞും പ്രചരിപ്പിച്ച് നടക്കുന്ന, അത് ഹൃദയത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. മുൻ RSS നേതാവായിരുന്ന, പ്രവർത്തകനായിരുന്ന നാരായണേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ നാരായണേട്ടൻ അവസാന ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതുമെല്ലാം മുസ്ലിം ലീഗിന്റെ നേതാവായ പൊതുപ്രവർത്തക കൂടിയായ ഇർഫാന ഇക്ബാലാണ്. നമുക്കൊക്കെ ഏറെ പഠിക്കാനില്ലേ? ആ മനുഷ്യന്റെ നല്ല കാലം, യുവത്വമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്.
ആ യുവത്വ കാലഘട്ടത്തിൽ ആവോളം മുസ്ലിം വിദ്വേഷം ആ ഹൃദയത്തിൽ കുത്തി നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈരാഗ്യവും വിദ്വേഷമൊക്കെ മനസ്സിലുള്ളപ്പോൾ സ്വന്തമായി ജീവിക്കാൻ മറന്നു പോകുന്ന മനുഷ്യർ, അവരെ എല്ലാ കാലത്തും എല്ലാവരും സംരക്ഷിക്കുമെന്നുള്ള ബോധത്തിലുമായിരിക്കും അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് രോഗാതുരനായി കഴിഞ്ഞപ്പോൾ ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മനുഷ്യരാരും അവർക്കുണ്ടായില്ല. അവസാനം ചിത ഒരുക്കിയതും ചിത കൊളുത്തിയതുമെല്ലാം പ്രിയപ്പെട്ട ഇർഫാൻ ഇക്ബാലായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരോട് പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയേ ഉള്ളടോ, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്ത് നേടി? നമ്മൾ ആരെങ്കിലോടൊക്കെ വൈരാഗ്യ വിദ്വേഷം കൊണ്ട് നടന്ന ജീവിതം മുഴുവനും നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നിട്ട് നമ്മളൊക്കെ എന്ത് നേടി? ഒന്നും നേടിയില്ല. നമുക്ക് ഈ ഊർജ്ജവും വളവും ഒക്കെ, വിദ്വേഷത്തിന് ഊർജ്ജവും വളവും ഒക്കെ നൽകിയ മനുഷ്യരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? എന്തായാലും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തിരികൊളുത്താനെങ്കിലും ചിത കൊളുത്താനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോഴും നമ്മൾ ആരോടാണോ പങ്കുവെച്ചത്, ആരോടാണോ വൈരാഗ്യം ഉണ്ടായത്, എന്തിനേലും ഒരു പർദ്ദ കണ്ടവരെ നമുക്ക് അങ്ങോട്ട് ആക്രോശം മൂക്കുന്ന നമ്മൾ എതിർത്ത വിഭാഗത്തിൽപ്പെട്ട ആ വസ്ത്രം ധരിച്ചവളാണ് അവസാനം നമ്മുടെ ചിതക്ക് തീ കൊളുത്തിയതെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യരെ പലതും ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഇനി പഠിക്കാനുണ്ട്. ഈ വിദ്വേഷം മൂത്ത് നടക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടും കൂടി ജീവിക്കേണ്ട നിമിഷമാണ്. നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തൊപ്പിയും, നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തലപ്പാവും, നിങ്ങൾ ഏതോ ഒരു സ്ത്രീയുടെ പർദ്ദയും കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. ഞങ്ങളാരും അങ്ങനെ അസ്വസ്ഥപ്പെടാറില്ല. ഒരു ചന്ദനക്കുറി കണ്ടാലോ, എന്നാൽ ഇതിനെ കേട്ടിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, നമുക്കൊരു ചന്ദനക്കുറി കണ്ടാലോ, നമുക്കൊരു സിന്ദൂരം കണ്ടാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവിധങ്ങളായ വേഷങ്ങൾ കണ്ടാലും നമുക്ക് അസ്വസ്ഥപ്പെടാറില്ല. കാരണം അവരൊക്കെ നമ്മുടെ കൂടപ്പറപ്പിങ്ങളാണ്. അവരുമൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ ഒരു പൂങ്കാവനമായി മാറുന്നത്. ബോധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ വസ്ത്രവും, മറ്റൊരുത്തന്റെ ജീവിതവും, മറ്റൊരുത്തന്റെ വിശ്വാസവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തരുത്. അങ്ങനെ അസ്വസ്ഥപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ മറന്നുപോകും. അല്ലയോ മനുഷ്യരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റത്തവണ വന്നു പോകുന്നവരാ. ഒരു ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. എന്താ ഇവിടെ നമുക്ക് വേണ്ടത്? മനസ്സന്തോഷം. മാനസിക സന്തോഷമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പന്നത. അതില്ലാതെ വല്ലവനോടും വൈരാഗ്യം വിദ്വേഷം വെച്ച് വല്ല കാര്യം ഇവിടെ നന്നായിട്ട് ജീവിക്കണം. ഒരാളോടും വൈരാഗ്യം വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. എല്ലാവരും സ്നേഹിച്ചു നോക്കിയേ. ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താ? ടെൻഷനാണ്. എന്താ ടെൻഷന്റെ കാരണം? പലരോടും വൈരാഗ്യം, വിദ്വേഷം, കുശും, അസൂയൊക്കെയാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പരസ്പരം ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. എല്ലാവരും എന്റെ കൂടപ്പുറപ്പികളാണെന്ന് തോന്നിയാൽ എത്ര മനോഹരമാണെന്നറിയും ഭൂമിയിൽ ജീവിക്കാൻ. ഇതൊക്കെ കണ്ണ് തുറന്ന് കാണാനും കേൾക്കാനും ഇതിനകത്തൊരു സാധനം ഉണ്ടാവണം. ഹൃദയം എന്ന് പറയുന്ന സാധനം. അവിടെ കറ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മൊത്തം ഇരുട്ടായിരിക്കും. എന്തായാലും ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി, നമ്മുടെ നാരായണേട്ടൻ, RSSകാരനായിട്ടുള്ള നാരായണേട്ടൻ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒരുപാട് നാൾ വല്ലാത്ത ഒരു അവസ്ഥയിൽ കിടന്ന ആ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് കുടുംബത്തിൽ അറിയിച്ചിട്ട് പോലും ഒരാൾ പോലും വന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, ഈ പറയുന്ന സംഘപരിവാർ, സേവാഭാരതി, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞു ഒരാളും ആ ഏരിയയിലോട്ട് പോലും വന്നില്ല. അവസാനം അത് ഭംഗിയായി ഹൈന്ദവ ആചാരപ്രകാരം കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ സഹോദരി ആ കർമ്മം അങ്ങോട്ട് നടത്തി. ഇതാടാ നമ്മുടെ കേരളം. ഇതാടാ നമ്മുടെ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകി മറയുന്ന ആരെങ്കിലും ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മനസ്സെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും ഇമ്മാതിരി തോന്നിയാസം പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരും വരരുത്. ഈശ്വർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ ഇവിടുത്തെ മനുഷ്യർ. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ സംഘികൾക്ക് ദൈവം തമ്പുരാൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.